അപ്പോൾ കറക്റ്റഡ് എൻഡുറൻസ് സ്ട്രെങ്ത് അതിൻ്റെ ഇക്വേഷൻ എസ് ഈസ് ഇക്വൽ ടു കെ എ കെ ബി കെ സി കെ ഡി എസ് സി ഡാഷ് അല്ലേ. അതിനകത്ത് കെ എ കെ ബി നമ്മുടെ അതിൽ പാരാമീറ്റേഴ്സാണ്. ഓക്കെ, കെ എ കെ ബി കെ സി കെ ഡി നമ്മുടെ ഫാക്ടേഴ്സ് അല്ലേ, ഫാക്ടേഴ്സാണ്. എസ് സി ഡാഷ് മീൻസ് വാട്ട്, അത് സ്റ്റാൻഡേർഡ് സ്പെസിമെനിൽ നിന്ന് കിട്ടിയ എൻഡുറൻസ് സ്ട്രെങ്ത്. എസ് സി മീൻസ് ആക്ച്വൽ വാല്യൂ ഓഫ് എൻഡുറൻസ് സ്ട്രെങ്ത് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ ഏത് മെഷീനാണ് ഡിസൈൻ ചെയ്യുന്നത് ആ മെറ്റീരിയൽ. ഓക്കെ, അത് മറ്റൊരു സ്റ്റാൻഡേർഡ് സ്പെസിമെൻ്റെ എസ് സി ഡാഷ്. ഇനി ഓരോ ഫാക്ടേഴ്സിനെ പറ്റി പറയണം. സോ ഫസ്റ്റ് വൺ കെ. കെ മീൻസ് സർഫസ് ഫിനിഷ് ഫാക്ടർ എന്നാണ് പറയുക. കെ ബി മീൻസ് സൈസ് ഫാക്ടർ ആൻഡ് കെ സി മീൻസ് റിലയബിലിറ്റി ഫാക്ടർ. ദെൻ കെ ഡി മീൻസ് മോഡിഫൈഡ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. സോ ഫസ്റ്റ് വൺ കെ എ, സർഫസ് ഫിനിഷ് ഫാക്ടറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ സർഫസ് ഫിനിഷ് ശരിക്കും എൻഡുറൻസ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. വെദർ യുവർ സർഫസ് ഈസ് വെരി സ്മൂത്ത് ഓർ റഫ്, ദാറ്റ് വിൽ ചേഞ്ച് ദി എൻഡുറൻസ് സ്ട്രെങ്ത്. So what is the connection between endurance strength and surface finish? If my surface is rough, there will be definitely some scratches onto that surface. The surface will be irregular, and due to that irregularity, there will be stress concentration. And if there is stress concentration, it will reduce the endurance strength. If there is scratches on the surface, then micro crack will develop near the scratch and hence the endurance strength will reduce. If the surface is very smooth, and there are scratches on illegally, then endurance strength will increase. ഓക്കെ, അപ്പോൾ സ്ക്രാച്ച് അതേമാതിരി റഫ് സർഫസ് ഇതിനെ കൊണ്ടെല്ലാം എന്ത് സംഭവിക്കാം, മൈക്രോ ക്രാക്ക് ഡെവലപ്പ് ചെയ്യും നിയർ ദി ഇറഗുലാരിറ്റി. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ റെഡ്യൂസ് ദി എൻഡുറൻസ് സ്ട്രെങ്ത്. സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസസ് ദി എൻഡുറൻസ് സ്ട്രെങ്ത്. ഹെൻസ് the surface finish will affect the endurance strength. So what do we do? അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സ്പെസിമെൻ എന്ന് പറയുന്നത് അത് ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള വെരി സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. ഹെൻസ് ഹിയർ വെരി സ്മൂത്ത് സർഫസ് എന്ന് പറയുമ്പോൾ the endurance strength of that specimen will be maximum value. Okay, but surface finish of your machine element, standard specimen alla, but surface finish of your machine element will not be like that. Standard specimen the surface finish ഭയങ്കര സ്മൂത്ത് ആണ്, പക്ഷേ but the surface finish of your machine element will not be like that. Due to surface roughness, endurance strength of my machine element will reduce. So this is the connection between the surface finish and endurance strength. Okay, അപ്പോൾ സ്പെസിമെൻ്റെ കേസിൽ സർഫസ് ഫിനിഷ് ഫാക്ടർ എപ്പോഴും 1 ആണ്. K is equal to 1 എന്നാണ് എടുക്കുക. If K equal to 1 means your surface is very smooth. If your surface is rough, then Ka less than 1. If your surface is rough, then Ka less than 1. It means endurance strength is reduced. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, കെ കെ ബി കെ ബി കെ സി കെ ഡി ഇങ്ങനെയൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ആ ഓരോ ഫാക്ടേഴ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 1. ഓക്കെ, if the surface finish of my
my machine element അല്ലെങ്കിൽ my machine element or size of my machine element അല്ലെങ്കിൽ എന്താ പറയണ്ടത് ലോഡ് ആ മെഷീൻ എലിമെൻറ്റിന് വരുന്ന ലോഡ് ഇതൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്പെസിഫിനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്തുള്ള ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരു മെഷീൻ എലിമെൻറ്റിന് ഉള്ള മെഷീൻ എലിമെൻറ്റ് സർഫസ് ഫിനിഷ് ആ മെഷീൻ എലിമെൻറ്റിൻ്റെ സൈസ് അതൊക്കെ സ്റ്റാൻഡേർഡ് സ്പെസിഫിനുമായിട്ട് കൃത്യമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഇഫ് മൈ സർഫസ് ഫിനിഷ് ഓഫ് മൈ മെഷീൻ എലിമെൻറ്റ് ഇഫ് സർഫസ് ഫിനിഷ് ഓഫ് മൈ മെഷീൻ എലിമെൻറ്റ് അല്ലെങ്കിൽ സൈസ് ഓഫ് മൈ മെഷീൻ എലിമെൻറ്റ് is directly matched with the standard specimen, then the factors will be 1. Then the factors will be 1 ആയിരിക്കും. Then the factors will be 1. Okay. അതാണ് പറഞ്ഞത്. If surface finish is same, ഏതിൻ്റെ ബോത്ത് സ്റ്റാൻഡേർഡ് സ്പെസിമെൻ്റെ ആയാലും എൻ്റെ അടുത്തുള്ള വർക്ക് പീസിൻ്റെ ആയാലും ആ രണ്ടിൻ്റെയും സർഫസ് ഫിനിഷ് സെയിം ആണെങ്കിൽ ഫാക്ടർ ഒന്നായിട്ട് എടുക്കുക. ഇഫ് surface finish is same of both standard specimen and my workpiece അല്ലെങ്കിൽ my machine element, then the value of factors will be taken as 1. സർഫസ് ഫിനിഷും സൈസും ഒക്കെ സെയിം ആണെങ്കിൽ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ്റെയും അതേമാതിരി എൻ്റെ അടുത്തുള്ള മെഷീൻ എലിമെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള വർക്ക് പീസിൻ്റെയും സർഫസ് ഫിനിഷും സൈസും ഒക്കെ സെയിം ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലോ അത് 1 എന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, ഇഫ് ദ സർഫസ് ഫിനിഷ് ഈസ് നോട്ട് സെയിം ദെൻ ദ ഫാക്ടേഴ്സ് വിൽ റെഡ്യൂസ്. അതാണ് ലെസ് ദാൻ 1 വരുന്നത്. ദെൻ ദ ഫാക്ടർ വിൽ റെഡ്യൂസ്. ഫാക്ടർ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫാക്ടർ റെഡ്യൂസ് ചെയ്യുമ്പോൾ എൻഡുറൻസ് സ്ട്രെങ്ത് ഓൾസോ വിൽ റെഡ്യൂസ്. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഫാക്ടർ എത്ര വരിക? 1 ആണ്. നെക്സ്റ്റ് രണ്ടാമതാണ് സൈസ് ഫാക്ടർ. KB means what? KB means size factor. നെക്സ്റ്റ് സൈസ് ഫാക്ടർ KB. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പെസിമെൻ കാണാൻ പറ്റും. നമ്മൾ സാധാരണ വരയ്ക്കുന്ന സ്പെസിമെനാണ്. ഡയമീറ്റർ ഓഫ് ദ സ്പെസിമെൻ ഈസ് 7.55 mm എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൈസ് ഓഫ് ദി സ്പെസിമെൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇഫ് ദ സൈസ് ഓഫ് ദി സ്പെസിമെൻ ഈസ് വെരി സ്മോൾ ദെൻ ദ ചാൻസസ് ഓഫ് ഹാവിങ് ഇറഗുലാരിറ്റീസ് ഈസ് ഓൾസോ വിൽ ബി വെരി സ്മോൾ. ബട്ട് ഹിയർ ഐ ആം ഡിസൈനിങ് എ വെരി ബിഗ് മെഷീൻ എലിമെൻറ്റ്. മെഷീൻ എലിമെൻറ്റ്. then the chances of having any irregularity അല്ലെങ്കിൽ discontinuity like scratches, thread, hole, etc. will be more. So stress concentration വരുന്നു, അങ്ങനെ endurance strength reduce ആവുന്നു. ഓക്കെ, അപ്പോൾ സൈസ് ഫാക്ടറിനെ പറ്റി പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം സൈസ് ഓഫ് ദ സ്പെസിമെൻ ഷുഡ് ബി വെരി സ്മോൾ. അതാണ് ഏറ്റവും ബെസ്റ്റ്. സൈസ് ഓഫ് ദ സ്പെസിമെൻ ഈസ് വെരി സ്മോൾ ആയിരിക്കണം. സൈസ് ഓഫ് ദ സ്പെസിമെൻ സ്മോൾ ആകുമ്പോൾ ക്രോസ് സെക്ഷൻ ഓൾസോ വിൽ ബി വെരി സ്മോൾ. ഇതിൻ്റെ ക്രോസ് സെക്ഷനും സ്മോൾ ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ഇഫ് ഇറ്റ് ഈസ് വെരി സ്മോൾ ദെൻ ദ ചാൻസസ് ഓഫ് ഹാവിങ് ഇറഗുലാരിറ്റി ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും ഡയമീറ്റർ കുറയുമ്പോൾ. ബട്ട് ഹിയർ ഐ ആം ഗോയിങ് ടു ഡിസൈൻ എ മെഷീൻ. വളരെ വലിയൊരു മെഷീൻ എലിമെൻറ്റ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ ആ കേസിൽ ദ ചാൻസസ് ഓഫ് ഹാവിങ് ഇറഗുലാരിറ്റി വിൽ ബി മോർ. കാരണം ക്രോസ് സെക്ഷൻ വലുതാണ്, സൈസ് വലുതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറഗുലാരിറ്റി ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇറഗുലാരിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ത്രെഡ്, ഹോൾ, സ്ക്രാച്ച് അതൊക്കെ വരും. അപ്പോൾ അതൊക്കെ വരുന്ന സമയത്ത് സ്ട്രെസ് കോൺസെൻട്രേഷൻ വരും. അങ്ങനെ ആകുമ്പോൾ എൻഡുറൻസ് സ്ട്രെങ്ത് റെഡ്യൂസ് ആവുന്നു. സോ നമ്മളെന്ത് വേണം? സോ വി കീപ് ദ സൈസ് ഓഫ് ദ സ്പെസിമെൻ ആസ് സ്മോൾ ആസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ്റെ സൈസ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്ന മെഷീൻ എലിമെൻറ്റിൻ്റെ സൈസിനെക്കാളും വലുതാവുമ്പോൾ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാക്ടർ ഈസ് ഈക്വൽ ടു KB ഈസ് ഈക്വൽ ടു 1 എന്നും പറഞ്ഞെടുക്കാം. എന്നാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ്റെ സൈസ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്ന മെഷീൻ എലിമെൻറ്റ് സൈസിനെക്കാളും ചെറുതാണെങ്കിൽ ഈ ഫാക്ടറിൻ്റെ വാല്യൂ എത്ര വരിക? ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, so if the size of the machine element is less than or is less than
or equal to the size of the specimen, then Ka is equal to, then Kb, size factor Kb, then Kb is equal to 1. And if the size is more than, if the size of the machine element is more than the size of the specimen, then Kb less than 1 ആയിരിക്കും. Kb less than 1 ആകുമ്പോൾ endurance strength കുറയുന്നു. Endurance strength കുറയുന്നു. ഓക്കെ, അപ്പോൾ സൈസ് കൂടുമ്പോൾ ചാൻസസ് ഓഫ് ഹാവിങ് ഇറഗുലാരിറ്റി കൂടുന്നു, അപ്പോൾ എൻഡുറൻസ് സ്ട്രെങ്ത് കുറയുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അടുത്ത മൂന്നാമത്താണ് കെ സി. കെ സി മീൻസ് വാട്ട്? ഇറ്റ് ഈസ് റിലയബിലിറ്റി ഫാക്ടർ. നെക്സ്റ്റ് കെ സി, ഇറ്റ് ഈസ് ദി റിലയബിലിറ്റി ഫാക്ടർ. റിലയബിലിറ്റി ഫാക്ടർ. അപ്പോൾ റിലയബിലിറ്റി ഫാക്ടറിനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ഈ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് ഉണ്ടല്ലോ, ഫെറ്റിക് ടെസ്റ്റ് വേറെ, റൊട്ടേറ്റിംഗ് ബീം മെത്തേഡിൻ്റെ റൊട്ടേറ്റിംഗ് ബീം എക്സ്പെരിമെൻറ്റ് വേറെ. ഓക്കെ, അവിടെ കിട്ടും. അപ്പോൾ ഈ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് വഴിയാണ് നമ്മൾ സിഗ്മ വൈ ടി അല്ലെങ്കിൽ എസ് വൈ ടി അല്ലേ, മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് വഴി എസ് വൈ ടി കണ്ടെത്തിയെന്ന് നമ്മൾ ജസ്റ്റ് കരുതുക, ഒരു ഏതെങ്കിലും ഒരു മെറ്റീരിയലിൻ്റെ, ടെക്നിക്കൽ മെറ്റീരിയലിൻ്റെ. ഓക്കെ, ഇപ്പോൾ എൻ്റെ അടുത്തൊരു 10 സ്പെസിമെൻ ഉണ്ട് സ്റ്റീലിൻ്റെ. ആ 10 സ്പെസിമെനും സെയിം സൈസാണ്, സെയിം ഷേപ്പാണ്. അപ്പോൾ ഈ 10 സ്പെസിമെനും ഞാൻ ഈ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടില്ല. ആ റിസൾട്ട്, ആ 10 സിമ്പിൾ ടെൻഷൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് സെയിം ആയിരിക്കും. ഇനി ചെറിയ എറർ ഉണ്ടാവും, വളരെ ചെറിയ എറർ ചിലപ്പോൾ ഉണ്ടാവാം. ഇറ്റ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്, ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഐ ഗോട്ട് എന്താ പറയുന്നത്, മോർ ഓർ ലെസ് സെയിം വാല്യൂ. ഓക്കെ, അപ്പോൾ ആ കേസിൽ എനിക്കെന്ത് പറയാം, ആ മെറ്റീരിയൽ 100% റിലയബിൾ ആണെന്ന് പറയാം. കാരണം ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത സമയത്തുള്ള വാല്യൂ സെയിം ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 100% റിലയബിൾ വാല്യൂ എന്ന് പറയാം. ബിക്കോസ് എവറി ടൈം ഐ ഗോട്ട് ദ സെയിം വാല്യൂ. ഓക്കെ, ഇനി ഇതേ സാധനം തന്നെ ഞാൻ ഇതേ സ്പെസിമെൻ, ഇതേ സെയിം സൈസും ഷേപ്പും എല്ലാം ഉള്ള ഈ സ്പെസിമെനിൽ ഞാൻ സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് വഴി കണ്ടക്ട് ചെയ്തു. ഇനി ഞാൻ അതേ സ്പെസിമെനിലേക്ക് റൊട്ടേറ്റിംഗ് ബീം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ റൊട്ടേറ്റിംഗ് ബീം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ വാല്യൂവിൽ അത്യാവശ്യം ഡ്രാസ്റ്റിക് ചേഞ്ച്, അത്യാവശ്യം വലിയ ചേഞ്ചസ് ഉണ്ട്. സ്പെസിമെൻ വിൽ നോട്ട് ബി എക്സാക്ട്ലി സെയിം സർഫസ് ഫിനിഷ്. സിമ്പിൾ ടെൻഷൻ ടെസ്റ്റ് വഴി കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരേ സർഫസ് ഫിനിഷാണ് നമുക്ക് കിട്ടിയതെങ്കിൽ, ഈ റൊട്ടേറ്റിംഗ് ബീം എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ specimen will not be exactly same surface finish. There will be slightly difference. Okay, so every time you will get different value. കാരണം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ചെറിയ ചെറിയ വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ലോഡ് വെർട്ടിക്കലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സൈസിന് ചെറിയ മാറ്റം വരുന്നുണ്ട്, സർഫസ് ഫിനിഷിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഉള്ള പോലെ എല്ലാത്തിനും സെയിം അല്ല. ഓക്കെ, സോ ദാറ്റ്സ് വൈ വാട്ട് എവർ ദ വാല്യൂ യു ഗോട്ട് ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ്, ഇറ്റ് ഈസ് ഓൺലി 50% റിലയബിൾ. 50 ഒരു പകുതി, ഇപ്പോൾ 10 പീസസ് ആണെങ്കിൽ അതിൽ 5 ചിലപ്പോൾ സെയിം ആയിരിക്കും, ഓക്കെ ആയിരിക്കും, ബാക്കി 5 മാറ്റമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, that's why whatever the value you got from this experiment, it is only 50% reliable. 50% reliable. It means if you use that value, that will have 50-50 chances of failure. If you use that value for design machine element, അതിൽ 5 ഫെയിൽ ആവും. ഇപ്പോൾ ഒരു 10 മെഷീൻ എലിമെൻ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അതിൽ 5 ഫെയിൽ ആവും, 5 സക്സസ് ആവാം. 50-50% റിലയബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ 70% റിലയബിലിറ്റി എന്ന് പറയുന്ന 70% സേഫ് എന്നാണ് അർത്ഥം. 30% റിലയബിലിറ്റി വരെ 30% സേഫ് ആകാം എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ് റിലയബിലിറ്റി, ഇപ്പോൾ 50% ആണെങ്കിൽ 50% നീ ഓക്കെ ആണെങ്കിൽ, ഇഫ് യു ആർ ഓക്കെ വിത്ത് ദാറ്റ് റിലയബിലിറ്റി, if you are okay with that reliability and if you do not need more reliability, then we can take the factor Kc is equal to 1 എന്ന് പറഞ്ഞെടുക്കാം ആ കേസിൽ.
ഓക്കെ, അത് സയൻറ്റിസ്റ്റിന് മാത്രമേ അറിയൂ നമ്മൾ എന്ത് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. അത്യാവശ്യം വളരെ ഡേഞ്ചർ അപകടം വരുന്ന ഒരു മെഷീൻ എലിമെൻറ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് KC 50-50 എടുത്താലൊന്നും ശരിയാവില്ല. ചിലപ്പോൾ 90 ഒക്കെ എടുക്കേണ്ടി വരും. കാരണം പരാജയപ്പെട്ട ചിലപ്പം ഓപ്പറേറ്റർക്ക് തന്നെ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കാം. അങ്ങനത്തെ ഒരു ചാൻസസ് ആണെങ്കിൽ ഓക്കെ, അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീൻ എലിമെൻ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ സേഫ്റ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അങ്ങനെ ആകുമ്പോൾ റിലയബിലിറ്റി 50-50 എടുക്കില്ല. അത്യാവശ്യം കുറച്ചും കൂടി നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മൾ എന്താ പറയും കേസിൻ്റെ വാല്യൂ കൂട്ടും. അപ്പോൾ കേസിൻ്റെ വാല്യൂ കൂടുമ്പോൾ നമ്മൾ ഈ എൻഡുറൻസ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ കുറക്കണം. ഓക്കെ, അതാണ് ഇപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഒരു ആക്സിഡൻറ്റിന് കേസ് എടുക്കാം. ഒരു മെഷീൻ എലിമെൻറ്റ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അത് ഫെയിലായാൽ ആക്സിഡൻറ്റിന് ചാൻസ് ഉണ്ട്. കാരണം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ എന്താ പറയുക, ഇപ്പോൾ ഏതെങ്കിലും ഓട്ടോമൊബൈലിലോ കാറോ ബസ്സോ എവിടെയെങ്കിലും ഉപയോഗിക്കുന്ന ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെഷീൻ എലിമെൻ്റാണ് ഐ ആം ഗോയിങ് ടു ഡിസൈൻ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അത് സംഭവിച്ചു പോവുകയാണെങ്കിൽ, സം ഡാമേജസ് ആ മെഷീൻ എലിമെൻറ്റിൽ സംഭവിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഡ്രൈവർ ചിലപ്പോൾ മരിച്ചു പോകാം. ആക്സിഡൻറ്റിൻ്റെ ചാൻസ് വളരെ കൂടുതലാണ്. ഇറ്റ്സ് വെരി ഡേഞ്ചർ. അത്തരം സിറ്റുവേഷനിൽ വാട്ട് വിൽ യു ഡു? സപ്പോസ് അങ്ങനത്തെ ഒരു കേസാണ് പറയുന്നത്. സപ്പോസ് അത് അങ്ങനത്തെ ഒരു ഡിസൈൻ ഓഫ് സപ്പോസ് ഞാനിപ്പോൾ ഒരു മെഷീൻ എലിമെൻറ്റ് ഐ ആം ഗോയിങ് ടു ഡിസൈൻ. അപ്പോൾ ആ ഡിസൈൻ ചെയ്യാൻ പോകുന്ന മെഷീൻ എലിമെൻറ്റ് ഫെയിലായി പോയാൽ ആക്സിഡൻറ്റിന് ചാൻസസ് ഉണ്ട്. എന്നൊരു സിറ്റുവേഷനാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഹൈലി റിലയബിൾ ആയിരിക്കണം സോ ദാറ്റ് അത് ഹൈലി റിലയബിൾ ആയിരിക്കണം. സോ ആ മെഷീൻ എലിമെൻറ്റിന് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കണം അതിൻ്റെ ഡിസൈനിങ്ങിന്. ആ മെഷീൻ എലിമെൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ I have to provide more reliability. I cannot take a 50% chance. I have to provide 80 to 90% reliability. ചിലപ്പോൾ 99% reliability also I have to provide. Okay, so in this case I will use some different value of endurance strength. What I will do is I will reduce the factor Kc. അപ്പോൾ Kcൻ്റെ the factor of Kc value maximum 1 അല്ലേ കൊടുക്കാൻ പറ്റും. അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ എൻഡുറൻസ് സ്ട്രെങ്ത് കുറയുന്നുണ്ട്. അപ്പോൾ റിലയബിലിറ്റി കൂടുന്നുണ്ട്. അതാണ് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ എൻഡുറൻസ് സ്ട്രെങ്ത് 300 ആണെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കര ഒരു ക്രിറ്റിക്കലായിരിക്കും. 50% ആയിരിക്കും ചാൻസ് വരുന്നുണ്ടാവുക. അപ്പോൾ ഒരു ക്രിറ്റിക്കലായിട്ടുള്ള ഒരു മെഷീൻ എലിമെൻ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്തതെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ആ 300 വേണ്ടാന്ന് വെക്കും. നമ്മളെന്ത് ചെയ്യും, ഒരു 100ലേക്ക് കൊണ്ടുവരും എൻഡുറൻസ് സ്ട്രെങ്ത്. അപ്പം 300ൽ നിന്ന് 100ലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറയും എൻഡുറൻസ് സ്ട്രെങ്ത് 100ൽ ഡിസൈൻ ചെയ്യുമെന്ന് പറയും. 300ൽ ഡിസൈൻ ചെയ്യേണ്ട, എൻഡുറൻസ് സ്ട്രെങ്ത് 100 വാല്യൂ സ്ട്രെസ് കിട്ടത്തക്ക വിധത്തിൽ ഡിസൈൻ ചെയ്താൽ മതി. എൻഡുറൻസ് സ്ട്രെസ് വാല്യൂ 100 കിട്ടത്തക്ക വിധത്തിൽ ഡിസൈൻ ചെയ്താൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കുമ്പോൾ റിലയബിലിറ്റി കൂടും, സേഫ്റ്റി കൂടും. ചിലപ്പോൾ 80 to 90%, ചിലപ്പോൾ 99 ഒക്കെ വരാം റിലയബിലിറ്റി. അപ്പോൾ എൻഡുറൻസ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ കുറയുമ്പോൾ റിലയബിലിറ്റി കൂടുന്നു. അതേമാതിരി Kcൻ്റെ വാല്യൂ കുറയുന്നു. സോ റിലയബിലിറ്റി കൂടുമ്പോൾ Kcൻ്റെ വാല്യൂ കുറയുന്നു, എൻഡുറൻസ് സ്ട്രെങ്ത് കുറയുന്നു. അപ്പോൾ Kcൻ്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ എൻഡുറൻസ് സ്ട്രെങ്ത് കുറയും. അപ്പോൾ റിലയബിലിറ്റി കൂടും. റിലയബിലിറ്റി കൂടുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ റിലയബിലിറ്റി ചിലപ്പോൾ 300 എന്ന് പറയും, അല്ല എൻഡുറൻസ് സ്ട്രെങ്ത് 300 എന്ന് പറയുമ്പോൾ ഓക്കെ ആയിരിക്കും. അതിന് ലോഡ് കൊടുത്താൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, ബട്ട് 100ലാകുമ്പം സേഫാണ്, ഒരു ടെൻഷനും ഇല്ല, ആക്സിഡൻറ്റ് ആവില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ അതാണ് നോക്കുക. ഓക്കെ, സോ ഇഫ് യു നീഡ് മോർ റിലയബിലിറ്റി the factor will be less than 1. Okay, the factor will be less than 1. So if you need more reliability, use less value of endurance strength.
നെക്സ്റ്റ് അടുത്ത പറയാൻ പോകുന്ന അടുത്ത പറയാനില്ല, എൻഡുറൻസ് സ്ട്രെങ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു വിവരണം കൂടി തരാം. ദ എൻഡുറൻസ് സ്ട്രെങ്ത് അത് കേസിനെ പറ്റിയാണ് പറയുന്നത്. കേസ് റിലയബിലിറ്റി ഫാക്ടറിനെ പറ്റി തന്നെയാണ് പറയുന്നത്. ദ എൻഡുറൻസ് സ്ട്രെങ്ത് ഈസ് determined by rotating beam experiment or approximate relation. Is only 50% reliable means what? 50% component will survive with this endurance strength. To ensure that more than 50% component survive, the component must be designed with lower endurance strength. As the reliability increases, the percentage of component survive ചെയ്യുക അത് കൂടുന്നു. As the reliability increases, reliability factor KC decreases. അപ്പോൾ റിലയബിലിറ്റി കൂടുമ്പോൾ റിലയബിലിറ്റി ഫാക്ടർ കുറയുന്നു. റിലയബിലിറ്റി കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? റിലയബിലിറ്റി ഫാക്ടർ കുറയ്ക്കണം. അപ്പോൾ എൻഡുറൻസ് സ്ട്രെങ്ത് കുറയും. അപ്പോൾ റിലയബിലിറ്റി കൂടുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് വൺ KD. KD മീൻസ് വാട്ട്? മോഡിഫൈഡ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ. അതാണ് KD. ഓക്കെ, അപ്പോൾ കേസിനെ പറ്റി പറഞ്ഞു. കേസിനെ പറ്റി എന്താ പറഞ്ഞത്? ദ എൻഡുറൻസ് സ്ട്രെങ്ത് ഈസ് ഡിറ്റർമിൻഡ് ബൈ റൊട്ടേറ്റിംഗ് ബീം എക്സ്പെരിമെൻറ്റ് ഓർ അപ്രോക്സിമേറ്റ് റിലേഷൻ. അപ്പോൾ അതങ്ങനെ ചെയ്യുന്ന സമയത്ത് സാധാരണ കിട്ടിയത് 50% റിലയബിളോ 50% കോമ്പോണൻറ്റ് ഫെയിൽ ആകുന്നുണ്ടോ? അപ്പോൾ 50% റിലയബിൾ എന്ന് പറയുമ്പോൾ 50% കോമ്പോണൻറ്റ് വിൽ സർവൈവ് വിത്ത് എൻഡുറൻസ് സ്ട്രെങ്ത്. നമ്മൾ എത്രയാണോ എൻഡുറൻസ് സ്ട്രെങ്ത് കൊടുക്കുന്നത് അത് വെച്ചിട്ട് അത് ഓടിക്കോളും, സർവൈവ് ചെയ്യും. ഇനി രണ്ടാമത്തെ പോയിന്റ്, ടു എൻഷുർ ദാറ്റ് മോർ ദാൻ 50% കോമ്പോണൻറ്റിന് എനിക്ക് ഫെയിൽ ആവരുത്. ഫസ്റ്റ് കണ്ടീഷനിൽ 50% കോമ്പോണൻറ്റ് സക്സസ് ആയാൽ മതി, 50% ഫെയിൽ ആയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ കേസിൽ 50% കൂടുതൽ കോമ്പോണൻറ്റ് നിലനിൽക്കണം എന്നതാണ് എൻ്റെ ആവശ്യമെങ്കിൽ, ടു എൻഷുർ ദാറ്റ് മോർ ദാൻ 50% കോമ്പോണൻറ്റ് സർവൈവ്, അതിനെന്ത് ചെയ്യണം? ദ കോമ്പോണൻറ്റ് ഹാസ് ടു ബി ഡിസൈൻഡ് വിത്ത് ലോവർ എൻഡ്യൂറൻസ് സ്ട്രെങ്ത്. അങ്ങനെ ആകുമ്പോൾ പേടിക്കണ്ട, 50% കൂടുതൽ കോമ്പോണൻസ് നിലനിൽക്കും, അത് ഫെയിൽ ആവില്ല. തേർഡ് പോയിന്റ്, ആസ് ദ റിലയബിലിറ്റി ഇൻക്രീസസ്, റിലയബിലിറ്റി ഫാക്ടർ ഡിക്രീസസ്, സോ എൻഡുറൻസ് സ്ട്രെങ്ത് വിൽ ഡിക്രീസസ്. അങ്ങനെ ആകുമ്പോൾ റിലയബിലിറ്റി കൂടുന്നു, സേഫ്റ്റി കൂടുന്നു. ഓക്കെ, നെക്സ്റ്റ് മോഡിഫൈഡ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ K suffix small letter d. What is that? നമുക്കറിയാം എന്തറിയാം? സ്ട്രെസ് കോൺസെൻട്രേഷൻ റെഡ്യൂസസ് ദി എൻഡുറൻസ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ അറിയാം. ഡ്യൂ ടു സ്ട്രെസ് കോൺസെൻട്രേഷൻ എൻഡുറൻസ് സ്ട്രെങ്ത് റെഡ്യൂസസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ എൻഡുറൻസ് സ്ട്രെങ്ത് ഈസ് ഡയറക്ട്ലി അഫക്റ്റഡ് ബൈ സ്ട്രെസ് കോൺസെൻട്രേഷൻ. സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടോ, എൻഡുറൻസ് സ്ട്രെങ്ത് കുറയും. ഓക്കെ, സോ ഹൗ ദിസ് എൻഡുറൻസ് സ്ട്രെങ്ത് വിൽ ബി calculated due to stress concentration? How endurance strength will calculate due to stress concentration? For that we use K suffix d. Okay, we already seen that fatigue stress concentration factor അല്ലേ, നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ വൈ നമ്മൾ KD ഇതിനെ ഉപയോഗിക്കുന്നില്ല? What is the purpose of KD? നമ്മൾ ഓൾറെഡി ഫാറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ പഠിച്ചിട്ടുണ്ട്. സോ ഈ KDൻ്റെ ആവശ്യം നമ്മൾ KB, KC, KD അതൊക്കെ ഫാക്ടേഴ്സ് ആണ് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ വാട്ട് എവർ ദ ഫാക്ടേഴ്സ് വി ആർ യൂസിങ് ഹിയർ, അതായത് വാട്ട് എവർ ദ ഫാക്ടേഴ്സ് വി ആർ യൂസിങ് ഹിയർ all are less than 1 or equal to 1 ആണ്. ഓക്കെ, fatigue stress concentration factor which is denoted by K suffix small letter f is greater than 1 ആയിരുന്നു നമ്മൾ മുന്നേ പഠിച്ചപ്പോൾ. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് KFന് പകരമായിട്ട് KD ഉപയോഗിക്കുന്നത്. സോ KD നമുക്ക് എങ്ങനെ എഴുതാം? ഒരു റിലേഷൻ ഉണ്ട്. വി ക്യാൻ റൈറ്റ് KD is equal to 1/KF. അപ്പോൾ എന്തായാലും ഒന്നിന് കുറയല്ലോ, ഉറപ്പല്ലേ? KD is always less than 1. KF equal to, suppose for example KF equal to 2 ആണെങ്കിൽ KD എത്ര വരും? 0.5 വരും. സോ KD അങ്ങനെ എന്ത് വരുന്നു? ലെസ് ദാൻ 1 വരുന്നു. സോ KD equal to less than 1. അതുകൊണ്ടാണ് നമ്മൾ KD യൂസ് ചെയ്തത്. നമുക്ക് ലെസ് ദാൻ 1 വരണം, അല്ലെങ്കിൽ അപ് ടു ഈക്വൽ ടു 1 വരെ ആവാം. അപ്പോൾ പിന്നെ ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ ശരിക്കും ഡിസൈനിൽ എവിടെയാണ് വരുന്നത്?
എവിടെയാണോ മെഷീൻ എലിമെൻറ്റിൽ ഹോൾ ഉള്ളത്, എവിടെയാണോ മെഷീൻ എലിമെൻറ്റിൽ ഫില്ലറ്റ് ഉള്ളത്, എവിടെയാണോ മെഷീൻ എലിമെൻറ്റിൽ ത്രെഡ് ഉള്ളത്, അവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ വരുന്നുണ്ട്. സ്ട്രെസ് കോൺസെൻട്രേഷൻ എവിടെയാണ് വരുന്നത്? ഡിസൈനിങ്ങിൽ എവിടെയാണോ മെഷീൻ എലിമെൻറ്റിൽ ഹോൾ ഉള്ളത്, ഫില്ലറ്റ് ഉള്ളത്, ത്രെഡ് ഉള്ളത്, അവിടെ നമ്മളെന്ത് വേണം? സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. ഓക്കെ, and then you will reduce endurance strength. നമുക്ക് ഹോൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫെയിൽ ആവും. സോ നമ്മളെന്ത് വേണം? ഫോർ സേഫ്റ്റി പർപ്പസ് വി ഹാവ് ടു റെഡ്യൂസ് ദി എൻഡുറൻസ് സ്ട്രെങ്ത്. ആ റെഡ്യൂസ് ചെയ്ത എൻഡുറൻസ് സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ഡിസൈൻ ഇക്വേഷനിലേക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, റെഡ്യൂസ്ഡ് എൻഡുറൻസ് സ്ട്രെങ്ത്. സോ ഇവിടെ ഫസ്റ്റ് നമ്മൾ KT തിയറിറ്റിക്കൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ കാണുന്നു. പിന്നെ KT യും അതേമാതിരി നോച്ച് സെൻസിറ്റിവിറ്റി ഫാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ KF എന്ന് പറയുന്ന സാധനം, അതായത് ഫെറ്റിക് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഫാക്ടർ, അത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, പിന്നെ KF കിട്ടിയ ശേഷം ഞാൻ ചെയ്തു KD കണ്ടുപിടിക്കുന്നു. KD കണ്ടുപിടിക്കാൻ 1/KF എന്ന് എടുക്കുന്നു. അങ്ങനെ KD കിട്ടി. ആൻഡ് ഫൈനലി ഐ മൾട്ടിപ്ലൈഡ് KD വിത്ത് ദിസ് എൻഡുറൻസ് സ്ട്രെങ്ത് തിയറിറ്റിക്കൽ. ദെൻ ഐ ഗോട്ട് കറക്റ്റഡ് എൻഡുറൻസ് സ്ട്രെങ്ത്. അങ്ങനെയാണ് എനിക്ക് കറക്റ്റഡ് എൻഡുറൻസ് സ്ട്രെങ്ത് കിട്ടുന്നത്. നൗ ഐ വിൽ യൂസ് ദിസ് കറക്റ്റഡ് എൻഡുറൻസ് സ്ട്രെങ്ത് വാല്യൂ ആണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസൈൻ ഇക്വേഷനിൽ ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ്.